മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 93-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. സ്വച്ഛസ്യം പാവനോഹം മധുര ഉദകവത് വന്യവന്മാസ്മഗൃഹം സർവാന്നീനോപി ദോഷം തരുഷു തമിവ മം സർവഭൂതേഷ്വേയം പുഷ്ടിർനഷ്ടിക്കലാനാം ശശിനൈവ തനോർനാത്മനോസ്തീതി വിദ്യം തോയാദിവ്യസ്തമാർത്താണ്ഡവദപി ച തനുഷ്വേകതം ത്വത്പ്രസാദാത്. ഇനി ഏതൊക്കെയാണ് 24 ഗുരുക്കന്മാരെ പറഞ്ഞല്ലോ. അതിൽ 3 ഗുരുക്കന്മാരുടെ കഥയെ പറഞ്ഞുള്ളൂ. ആദ്യത്തെ ശ്ലോകത്തിൽ 3 ഗുരുക്കന്മാരുടെ കഥയാണ് പറഞ്ഞത്. ഭൂമി, ആകാശം, കാറ്റ്. ഭൂമി, കാറ്റ്, ആകാശം, ഇങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ ഗുരുഭാവം ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചത്. ഇനി ആദ്യം പറയാൻ പോണു. സ്വച്ഛസ്യം പാവനോഹം മധുര ഉദകവത്. ഉദകവത് ജലത്തിനെ പോലെ, ഉദകം ജലം, ജലത്തിനെ പോലെ ഞാൻ സ്വച്ഛൻ ആവണം. എനിക്ക് ഭഗവാന്റെ പ്രസാദം കൊണ്ട് ഞാൻ സ്വച്ഛനായി തീരാം എന്ന് പറയാണ്. എല്ലാറ്റിനും ഭഗവാന്റെ പ്രസാദം വേണം. ഭഗവാന്റെ കാരുണ്യം ഇല്ലാതെ കണ്ട് ഇതൊന്നും സാധ്യമല്ല. പക്ഷേ ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായാൽ ഞാൻ ജലത്തിനെ പോലെ സ്വച്ഛനാവാം. ശുദ്ധമായിട്ട് വെള്ളം, നല്ല ശുദ്ധമായിട്ടുള്ള ജലത്തിന് വേറെ ഇതൊന്നുമില്ല. അങ്ങനെ ശുദ്ധമാണ് ജലം എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനെയൊക്കെ പാവനമാക്കാൻ സാധിക്കും. എല്ലാ അഴുക്കുകളെയും കഴുകിക്കളയാനുള്ളതായിട്ടുള്ള ശക്തി ജലത്തിനുണ്ട്. അത് ജലം മലിനാണെങ്കിലോ ആ ശക്തി ഇല്ലാണ്ടാവും. അപ്പോൾ ജലം, തെളിഞ്ഞ ജലം എങ്ങനെയാണോ എല്ലാറ്റിനെയും പാവനമാക്കുന്നത്, എല്ലാറ്റിനെയും പവിത്രമാക്കി തീർക്കുന്നത്, അതുപോലെ ഞാനും എൻ്റെ മാലിന്യങ്ങളെല്ലാം, മനസ്സിലെ മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് ഭഗവാന്റെ ഭക്തി മാത്രം അതിൽ നിറച്ച് എല്ലാറ്റിനെയും ബാക്കിയുള്ളവരെ കൂടി പാവനമാക്കാൻ എനിക്ക് കഴിയും. അതായത് എനിക്ക് ഭക്തി ഉണ്ടായാൽ ബാക്കിയുള്ളവർക്കും ഭക്തി ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ്. അപ്പോൾ ഞാൻ ശുദ്ധമായ ജലത്തിനെ പോലെ ശുദ്ധമായി തീർന്ന് മറ്റുള്ളവയെയും പാവനമാക്കി തീർക്കാൻ ശ്രമിക്കാം അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ എന്നാണ്. സ്വച്ഛസ്യം പാവനോഹം. പിന്നെ ഒന്നും കൂടിയുണ്ട്, മധുര. മാധുര്യം ആണ് ജലത്തിൻ്റെ ഇതായിട്ടുള്ള ഗുണം. ജലേ മധുരയേവ എന്നാണ്. ജലത്തിൽ രസം, മധുരരസമാണ് ജലത്തിനുള്ളത് എന്നാണ്. അപ്പം അങ്ങനെ എൻ്റെ പ്രവൃത്തികളും എൻ്റെ വാക്കുകളും ഒക്കെ മധുരമായിട്ട് തീരണം എന്നാണ്. എല്ലാം ബാക്കിയുള്ളവർക്കൊന്നും വിഷമം തോന്നാത്ത വിധത്തിലുള്ളതായിട്ടുള്ള വാക്കുകളോട് കൂടിയവനായി തീരണം ഞാൻ എന്നാണ്. സ്വച്ഛനാവണം. സ്വച്ഛനാവുമ്പോൾ പാവനൻ ആവും. അതുമാതിരി വാക്കുകളൊക്കെ മധുരവും ആയിത്തീരണം. ഇതുപോലെ ജലം പോലെ എന്നാണ് കവിയുടെ പ്രാർത്ഥന, ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന. സ്വച്ഛസ്യം പാവനോഹം മധുര. അപ്പം അതായത് ഉദകത്തിൽ നിന്ന് പഠിക്കുന്നതായിട്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. സ്വച്ഛനായിരിക്കുക, പാവനനായിരിക്കുക, മധുരനായിരിക്കുക. മധുരമായിട്ട് പറയുക, മനസ്സിനെ ശുദ്ധമാക്കി തീർത്ത് ബാക്കിയുള്ളവരെയും ശുദ്ധമാക്കി തീർക്കുക, സ്വച്ഛനായിത്തീരാത്ത കളങ്കങ്ങളൊന്നും ഇല്ലാത്തവനായി തീരുക എന്നുള്ളത് ഉദകത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്നു എന്നാണ്. ഉദകം എന്നുള്ളതായിട്ടുള്ള, ജലം എന്നുള്ളതായിട്ടുള്ള ഗുരുവിൽ നിന്ന് ഇതൊക്കെയാണ് പഠിക്കുന്നത്. ഇനി മാസ്മഗൃഹാം സർവാന്നീനഃ അപി ദോഷം മാസ്മഗൃഹാം ദോഷം വന്യവത് മധുര ഉദകവത് വന്ഹിയെ പോലെ, അഗ്നിയെ പോലെ മാസ്മഗൃഹാം ദോഷം സർവാന്നീനഃ അപി മാസ്മഗൃഹാം ദോഷം. വന്ഹി എല്ലാറ്റിനെയും കത്തിക്കും അല്ലേ? എന്തൊക്കെ വന്ഹിയിലിട്ട് കൊടുത്താലും അതൊക്കെ കത്തിക്കും. പക്ഷെ ആ വന്ഹിക്ക് ആ കത്തിക്കുന്നതായിട്ടുള്ള വസ്തുക്കളുടെ എന്തെങ്കിലും ദോഷം വന്ഹിയെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. അതിനെയൊക്കെ ശുദ്ധീകരിക്കുക എന്നല്ലാതെ കണ്ട് വന്ഹിക്ക് അതിലുള്ളതായിട്ട് താൻ കത്തിക്കുന്നതായിട്ടുള്ള വസ്തുക്കളുടെ ദോഷത്തെ വന്നി ഗ്രഹിക്കുന്നില്ല.
സർവാന്നീനഹ അപി, എല്ലാം ഭക്ഷിക്കുന്നവൻ. സർവാന്നീനഹ എന്ന് വെച്ചാൽ എല്ലാം ഭക്ഷിക്കുന്നവൻ, സർവാന്നത്തെയും ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം. എല്ലാ വസ്തുക്കളെയും ഭക്ഷിക്കുന്നവനാണ് എങ്കിലും സർവാന്നീനഹ അപി വന്ഹിയെപ്പോലെ. വന്യ എങ്ങനെയാണ്? സർവാന്നീനഹ അപി ദോഷം ന ഗൃഹായി മാസ്മ ഗൃഹാം, ഞാൻ ഗ്രഹിക്കാതിരിക്കട്ടെ. മാസ്മ ഗൃഹാം, ഗ്രഹിക്കാതിരിക്കട്ടെ. വന്നി എന്നതുപോലെ. വന്നി എങ്ങനെയാണ്? എല്ലാ വസ്തുക്കളെയും കത്തിക്കുന്നുണ്ട്, അതിലൊക്കെ പ്രവേശിക്കുന്നുണ്ട് എന്ന് വെച്ചാലും ആ വസ്തുക്കളിലുള്ളതായിട്ടുള്ള ദോഷത്തെ ഒന്നും വന്നി സ്വീകരിക്കുന്നില്ല. സർവ വസ്തുക്കളെയും, അതിലിടുന്നതായ സർവ വസ്തുക്കളെയും ഭക്ഷിക്കുന്നു എങ്കിലും വന്നി അതിൻ്റെ ദോഷങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. അതുപോലെ ഞാനും എല്ലാ വിഷയഭോഗങ്ങളും വിഷയസൗഖ്യങ്ങളും വിഷയങ്ങളെ മുഴുവൻ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെയൊക്കെ മുമ്പിൽ വന്നു ചേരുന്നതായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ ഞാൻ അനുഭവിക്കാം. പക്ഷേ അതിൻ്റെ ദോഷമൊന്നും എന്നിലേക്ക് വരാതിരിക്കണം. അത് എൻ്റെ മനസ്സ് അങ്ങനെയായിട്ട് തീരണം എന്നാണ്. സർവാന്നീനഹ അപി, എല്ലാം ഭക്ഷിക്കുന്നവനെങ്കിലും എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നവനെങ്കിലും സ്വീകരിക്കുന്നവനെങ്കിലും അവയുടെ ദോഷങ്ങൾ എന്നിൽ ഏശാതിരിക്കണം. ഞാൻ അവയുടെ ദോഷങ്ങളെ ഗ്രഹിക്കാതിരിക്കുന്നു. അത് വന്നി എന്നുള്ളതായിട്ടുള്ള ഗുരുനാഥനിൽ നിന്ന് പഠിക്കുന്നതാണ്. എല്ലാ വിഷയസുഖങ്ങളും അനുഭവിച്ചാലും അനുഭവിക്കേണ്ട ഭക്ഷിക്കാതിരിക്കാൻ പറ്റില്ല, ജലപാനം ചെയ്യാതിരിക്കാൻ പറ്റില്ല, ശബ്ദങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കരുത്. ഞാൻ അവയുടെ ദോഷങ്ങളെയൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. അതൊന്നും എന്നിൽ ഒട്ടിപ്പിടിച്ച് ഞാൻ അവയുടെ ദോഷങ്ങളെ ഞാൻ ഗ്രഹിക്കാതിരിക്കണം. അത് വന്യയിൽ നിന്നാണ് പഠിക്കുന്നത് എന്നാണ്. സർവാന്നീനഹ അപി ദോഷം മാസ്മ ഗൃഹാം, ഞാൻ ഗ്രഹിക്കാതിരിക്കണം എന്നാണ്. ഇനി തരുഷു തമിവ മാം സർവഭൂതേഷു അവേയാം. തരുഷു തം ഇവ, തരുക്കളിൽ അനവധി മരങ്ങൾ, പലതരത്തിലുള്ളതായിട്ടുള്ള മരങ്ങൾ അഗ്നിയിൽ ദഹിച്ചു പോകുന്നുണ്ട് അല്ലേ? എന്നാൽ ആ അഗ്നികളിൽ ഓരോന്നിൻ്റെ അഗ്നി ഉണ്ടാകുമ്പോഴും ഒരു ചെറിയ കൊള്ളി വിറകാണ് വെച്ചതെന്ന് വെച്ചാൽ ആ അഗ്നി ചെറുതായിരിക്കും, അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള നാളം ചെറുതായിരിക്കും. വലിയൊരു മരത്തടിയാണ് വെക്കണത് എന്ന് വെച്ചിട്ട് അതിനെ അനവധി മരങ്ങൾ ഒന്നിച്ചു വെച്ചിട്ട് അതാണ് കത്തിക്കണത് എന്ന് വെച്ചാലോ അഗ്നിയുടെ നാളം വളരെ വലുതായിരിക്കും അല്ലേ? അപ്പോൾ എന്തിനെ ആണ് അഗ്നി കത്തിക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആ അഗ്നിയുടെ രൂപത്തിന് വ്യത്യാസം വരും. പലതരത്തിലായിരിക്കും അഗ്നിയുടെ ആ രൂപം നമ്മൾ കാണുക. ഓരോന്നിനെ കത്തിക്കുമ്പോഴും ഓരോ തരത്തിലായിരിക്കും അഗ്നിയുടെ രൂപം എന്നാണ്. അപ്പോൾ അതുപോലെ ഞാൻ എത്ര ശരീരങ്ങൾ സ്വീകരിച്ചാലും ആത്മാവ് എന്നുള്ളത് ഒന്നാണ്. ആ ആത്മാവ് എന്നുള്ള ഒന്ന് അനവധി ഓരോരോ രൂപം ധരിക്കുമ്പോഴും ഓരോന്നായിട്ട് തോന്നുന്നു എന്നേ ഉള്ളൂ. അഗ്നി എന്നുള്ളത് ഒന്ന് തന്നെയാണ്. എത്ര മരങ്ങളെ, ഏതെല്ലാം തരത്തിലുള്ളതായിട്ടുള്ള മരങ്ങളെ കത്തിച്ചാലും അഗ്നി പല വിധത്തിലായിട്ട് തോന്നുന്നു എങ്കിലും അഗ്നി ഒന്നേ ഉള്ളൂ. എവിടെ എന്ത് കത്തിയാലും ഉണ്ടാവേണ്ടതായിട്ടുള്ള അഗ്നിയും അഗ്നി തന്നെയാണ്, അത് ഒന്ന് തന്നെയാണ്. അതുമാതിരി എത്ര ശരീരങ്ങളിലുള്ളതായിട്ടുള്ള ആത്മാവായാലും ആ ആത്മാവ് ഒന്ന് തന്നെയാണ് എന്നുള്ളത് അഗ്നിയിൽ നിന്ന് ഞാൻ പഠിച്ചു കൊള്ളാം എന്നാണ്. അപ്പോൾ അഗ്നിയാണ് ആ കാര്യത്തിൽ എൻ്റെ ഗുരുനാഥൻ. അത് എന്താണ്? പല വിധത്തിലുള്ളതായിട്ടുള്ള തരുക്കളെ, വൃക്ഷങ്ങളെ അല്ലെങ്കിൽ ലതകളെ എന്തായാലും ആ ഓരോന്നിനെയും കത്തിക്കുമ്പോൾ അഗ്നി വേറെ വേറെ ഉണ്ടാകുന്നുണ്ട്. അത് വേറെ വേറെ ഓരോരോ രൂപങ്ങൾ സ്വീകരിച്ചു എന്ന് വരാം. അതുപോലെ ഈ ഓരോരോ ശരീരത്തിൽ വർത്തിക്കുന്നതായിട്ടുള്ള ആത്മാവും ഓരോന്നായിട്ട് തോന്നുന്നു എന്നല്ലാതെ കണ്ട് ആ ആത്മാവ് ഒന്നു തന്നെയാണ് എന്നുള്ളത് അഗ്നിയിൽ നിന്ന് തന്നെ പഠിക്കാം എന്നാണ്. അഗ്നിയിൽ നിന്നപ്പോൾ 2 കൂട്ടം പഠിച്ചു. എന്താണ് 2 കൂട്ടം പഠിച്ചത്? ഒന്ന്, എന്തിനേയും ഭക്ഷിക്കുന്നു എങ്കിലും അവയുടെ ദോഷം അഗ്നി സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ പല തരത്തിലുള്ളതായിട്ടുള്ള കാഷ്ഠങ്ങൾ, കാഷ്ഠം എന്ന് വെച്ചാൽ മരത്തടി എന്നുള്ള അർത്ഥമാണ്. ആ കാഷ്ഠങ്ങളെ ഭക്ഷിക്കുന്നുണ്ട് എങ്കിലും അല്ലെങ്കിൽ കത്തിക്കുന്നുണ്ട് എങ്കിലും ആ അഗ്നി ഓരോന്നിലും കത്തുന്നതായിട്ടുള്ള അഗ്നി ഓരോ തരത്തിലായിരിക്കാം.
പക്ഷേ ആ അഗ്നി എന്നുള്ളത് ഒന്ന് തന്നെയാണ്. ഈ തരുക്കൾക്ക് മാത്രമേ ഭേദം ഉണ്ടാവുന്നുള്ളൂ, അഗ്നിക്ക് ഭേദം ഇല്ല. ഏതുപോലെ ആത്മാവ് ഒന്ന് തന്നെയാണ്, പല പല ശരീരങ്ങൾ സ്വീകരിച്ചാലും പലതായി തോന്നിക്കുന്നു എന്നതല്ലാതെ ആത്മാവ് ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഈ അഗ്നിയിൽ നിന്ന് ഞാൻ പഠിക്കുന്നു. അപ്പം അഗ്നിയിൽ 2 കൂട്ടം പഠിച്ചു. സർവാന്നീനോപി ദോഷം തരുഷു തമിവ മാം സർവഭൂതേഷു അവയെ മാസ്മഗൃഹാം സർവാന്നീനോപി ദോഷം. എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നുണ്ട് എങ്കിലും ഞാൻ അവയുടെ ദോഷങ്ങളെ ഗ്രഹിക്കുന്നില്ല എന്നുള്ളതും, പല തരത്തിലുള്ളതായിട്ടുള്ള വിറകുകൾ അതിനെ കത്തിക്കുമ്പോൾ പലതരത്തിലായിട്ട് തോന്നിക്കുന്നു എങ്കിലും ഞാൻ അഗ്നി അതിലെല്ലാം ഒന്ന് ആണ് എന്നതുപോലെ പല പല ശരീരങ്ങളിൽ ഉള്ളതായിട്ടുള്ള ആത്മാവ് പലതായിട്ട് തോന്നിക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം ഒന്നാണ് എന്ന്, ഞാൻ ആത്മാവ് ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഞാൻ അഗ്നിയിൽ നിന്ന് പഠിക്കാം എന്ന് പറയാണ്. ഇനി പുഷ്ടിർനഷ്ടി കലാനാം കലാനാം ശശിനഃ ഇവ. ശശിനഃ, ശശി ചന്ദ്രൻ്റെ കലകൾ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ക്രമത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഓരോരോ കലകൾ വർദ്ധിച്ച് ഓരോരോ ദിവസവും ഓരോരോ കലകൾ വർദ്ധിച്ച് ഒടുക്കം പൗർണമി ആവുമ്പോൾ പൂർണ്ണചന്ദ്രനായിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞാൽ ക്രമത്തിൽ അത് ക്ഷയിച്ചു തുടങ്ങും, ഓരോരോ കലകൾ നഷ്ടപ്പെട്ടു തുടങ്ങും. അതുപോലെ നമ്മുടെ ശരീരം വളരുന്നുണ്ട് അല്ലേ. ജനിക്കുന്നതായിട്ടുള്ള കുട്ടിക്ക് എത്ര ചെറിയ ശരീരമാണുള്ളത്, അത് വളർന്ന് പ്രായമാവും. അത് കഴിഞ്ഞാൽ ക്ഷയിച്ച് വരും, ഒടുക്കം ആ ശരീരം നശിക്കുകയും ചെയ്യും. എല്ലാ വൃക്ഷങ്ങൾക്കും ലതകൾക്കും ബാക്കി മൃഗങ്ങൾക്കും എല്ലാം ഇതാണ് അവസ്ഥ. വളർച്ചയുണ്ട്, നാശമുണ്ട്, ക്ഷയമുണ്ട്, നാശമുണ്ട്. വളർച്ചയുണ്ട്, ക്ഷയമുണ്ട്, നാശമുണ്ട്. അതാണ് ഷഡ്ഭാവ വികാരങ്ങൾ എന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ജനനം, വർധനം, വളർച്ച, ക്ഷയം, ഉണ്മ. ജനനം, ഉണ്മ, വളർച്ച, ക്ഷയം, നാശം. ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ക്രമത്തിലുള്ളതായിട്ടുള്ള നാശം. ഈ 6 ഭാവങ്ങൾ ഉണ്ടാവുന്നതായിട്ടുള്ള എല്ലാറ്റിനും, ഉത്പത്തി ഉള്ളതായിട്ടുള്ള എല്ലാറ്റിനും ഉണ്ട് ഈ 6 ഭാവങ്ങൾ. ആ 6 ഭാവങ്ങൾക്ക് മനുഷ്യനും ഉണ്ടാവുന്നുണ്ട്, മൃഗങ്ങൾക്ക്, പക്ഷികൾക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ശരീരത്തിന് മാത്രമുള്ളതാണ് എന്നാണ്. അത് ആ ശരീരത്തിന് തനുവിന് മാത്രമുള്ളതാണ്, ശരീരത്തിന് മാത്രം ഉള്ളതാണ്, ആത്മാവിനുള്ളതല്ല. അതിൽ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിന് ജനനവും മരണവും ഉണ്മ എന്നുള്ളത് ഇങ്ങനെ 6 ഷഡ്ഭാവ വികാരങ്ങളെന്ന് പറയും. അത് 6 ഇല്ല എന്നുള്ളതാണ്. ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ഏതാണ്? ഉണ്മ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആത്മാവിന്. ബാക്കിയൊന്നുമില്ല. ജനനം എന്നുള്ളതില്ല, വളർച്ച എന്നുള്ളതില്ല, വലുതാവുക എന്നുള്ളതില്ല, ക്ഷീണിക്കുക എന്നുള്ളതില്ല, നാശം എന്നുള്ളതില്ല, ഒന്നുമില്ല. അത് ഒരേ ഒരു വികാരമേ ഉള്ളൂ, ഭാവമേ ഉള്ളൂ. എന്താണത്? ഉണ്മ എന്നുള്ളതായിട്ടുള്ള ഭാവം. സത്വം എന്നുള്ളതുണ്ടല്ലോ, ആ ഉണ്മ എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഭാവവികാരം മാത്രമേ ആത്മാവിന് ഉള്ളൂ. ബാക്കിയൊന്നുമില്ല. ബാക്കി 5 ഭാവവികാരങ്ങളും ഇല്ല ആത്മാവിന്. അതൊക്കെ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. അത് മനുഷ്യരുടെ ശരീരമായാലും പക്ഷിമൃഗാദികളുടെ ശരീരമായാലും വൃക്ഷലതാദികളുടെ ശരീരമായാലും അതിനൊക്കെ ഉണ്ട് 6 ഭാവവികാരങ്ങൾ. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മാവിന് ഒന്നുമില്ല. എല്ലാറ്റിനും ഉണ്ട് ആത്മാവ്. ആ ആത്മാവിന് ഈ ക്ഷയാദികളൊന്നും ഇല്ല. അതിന് ഉണ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് എന്തിൽ നിന്ന് പഠിക്കണു? ഈ ചന്ദ്രൻ്റെ കലകളിൽ നിന്നാണ് അത് പഠിക്കുന്നത്. ചന്ദ്രൻ്റെ കലകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്, അത് ഒടുക്കം പിന്നെ ക്രമത്തിൽ ക്ഷയിച്ചു വരുന്നുണ്ട്. അതുമാതിരിയാണ് നമ്മുടെയൊക്കെ ശരീരത്തിലൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. ജനിക്കുക, വർദ്ധിക്കുക, പിന്നെ നശിക്കുക, ക്ഷയിക്കുക, നശിക്കുക, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ചന്ദ്രൻ്റെ കലകളെ പോലെയാണ് എന്നുള്ളത് ആ ചന്ദ്രനിൽ നിന്ന് പഠിക്കണു എന്നുള്ളതാണ്. ശശിനൈവ തനോഹോ അസ്തി. ശശിയുടേത് പോലെയാണ്. ശശിക്ക് എങ്ങനെയാണോ കലകൾ ഉണ്ടാവുകയും വലുതാവുകയും ക്ഷയിക്കുകയും നശിക്കുകയും ചെയ്യുന്നത്,
അതുമാതിരി ശരീരത്തിനും ഇത് ശരീരത്തിന് മാത്രമുള്ളതാണ്. ഈ ജനനം, വളർച്ച തുടങ്ങിയതൊക്കെ അതിന് ആത്മാവിന് അതില്ല എന്നുള്ളതാണ്. ആത്മാവിന് ഒരേ ഒരു ഇതേ ഉള്ളൂ. ഏതാണ്? ഉണ്മ എന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് ശശിയിൽ നിന്നാണ്, ചന്ദ്രനിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്നാണ്. ഞാൻ പഠിക്കാൻ പോണു എന്നുള്ളതാണ്. ഞാൻ അത് മനസ്സിലാക്കണം എനിക്ക് എന്നുള്ളതാണ്. ശശിനൈവ തനോഹോ ന ആത്മനഃ ഇതി അവേയാം അവേയാം എന്ന് ഞാൻ മനസ്സിലാക്കും. എങ്ങനെയാണത്? ഇനി അടുത്ത ഗുരു സൂര്യൻ്റെ പ്രതിബിംബങ്ങളും സൂര്യനും എന്നുള്ളതാണ്. തോയാദിവ്യസ്ത മാർത്താണ്ഡവദപിച്ച തനുഷു ഏകതാം. തനുഷു ഏകതാം. തനുക്കള്, പല ശരീരങ്ങൾ, അനവധി ശരീരങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ ശരീരം ഉണ്ടല്ലോ. ആ ശരീരത്തിലൊക്കെ ആത്മാവുണ്ട്. ഈ ആത്മാവ് ശരീരങ്ങൾ ഭിന്നങ്ങളാണെങ്കിലും വളരെ ഉണ്ടെങ്കിലും പല ശരീരങ്ങളിലായിട്ടാണ് ആത്മാവ് വർത്തിക്കുന്നുണ്ട് എങ്കിലും അത് വാസ്തവത്തിൽ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ എല്ലാ ശരീരങ്ങളിലുള്ളതായിട്ടുള്ള ആത്മാവും ഒന്ന് തന്നെയാണ്. ആ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നുള്ളത്. ആ തത്വം എങ്ങനെ പഠിക്കണു എന്നാണെന്നുണ്ടെങ്കിൽ അത് ആണ് പറയുന്നത്. തോയാദിവ്യസ്ത മാർത്താണ്ഡവദപി. തോയാദിവ്യസ്ത മാർത്താണ്ഡവത്. തോയം വെള്ളം നമ്മൾ പല പാത്രങ്ങളിലാക്കിയിട്ട് വയ്ക്കാറുണ്ട്. വെള്ളം പല പാത്രങ്ങളിലും വെള്ളം വയ്ക്കാറല്ലോ. അല്ലെങ്കിൽ കുളത്തിലുണ്ടാവും, കിണറ്റിലുണ്ടാവും, ഭൂമിയിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും, അവിടെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഇനി പാത്രത്തിലുള്ള വെള്ളമാണെങ്കിൽ അതിലും ഉണ്ടാവും. ഇപ്പം ഇത് നിരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൂര്യൻ്റെ പ്രതിബിംബം ഈ വെള്ളത്തിലൊക്കെ കാണാം. കിണറ്റിലും കാണാം സൂര്യൻ്റെ പ്രതിബിംബം, കുളത്തിലും കാണാം, പാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കാണാം. എല്ലാറ്റിലും സൂര്യൻ്റെ പ്രതിബിംബം കാണാം. പക്ഷേ ഈ പ്രതിബിംബങ്ങൾ അനവധിയുണ്ട്. ഓരോ പാത്രത്തിലും ഓരോരോ പ്രതിബിംബം കാണുന്നുണ്ട്. എവിടെയൊക്കെ വെള്ളം സൂക്ഷിക്കുന്നുണ്ടോ അവിടെയൊക്കെ പ്രതിബിംബം കാണാം എന്നുള്ളതാണ്. പക്ഷേ ഈ സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ. എത്ര പ്രതിബിംബങ്ങൾ എത്ര പാത്രത്തിലുണ്ടായാലും സൂര്യൻ എന്നുള്ളത് ഒന്നേ ഉള്ളൂ. അത് ഏകത്വം ആണ്. സൂര്യൻ ഒന്നേ ഉള്ളൂ. ഈ പാത്രങ്ങളിലൊക്കെ സൂര്യനെ കാണാമെന്നുണ്ടെങ്കിലും സൂര്യൻ ഒന്നേ ഉള്ളൂ. അതുമാതിരിയാണ് നമ്മൾ അനവധി ശരീരങ്ങളിൽ ആത്മാവ് ഉണ്ട് എങ്കിലും ഞാൻ രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ, ഗോപാലൻ എന്നൊക്കെ പറയും നമ്മൾ, അല്ലേ? അപ്പോൾ അവിടെ ഈ ഓരോരുത്തരുടെ ശരീരത്തിലും ആത്മാവുണ്ട്. പക്ഷേ ഈ ആത്മാവൊക്കെ വേറെയാണോ? അല്ല എന്ന് പറയാണ്. ഇതൊക്കെ ഒരേ ഒരു ആത്മാവ് ഈ എല്ലാ ശരീരങ്ങളിലും വർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പ്രതിബിംബിച്ച് കാണുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ സ്വതയുള്ളതായിട്ടുള്ള ആത്മാവിൻ്റെ പ്രതിബിംബങ്ങൾ തന്നെയാണ് ഈ എല്ലാ ദിക്കിലും കാണുന്നത്. അത് വേറെ അല്ല എന്നുള്ളതാണ്. അത് വേറെ വേറെ അല്ല, ഒരേ ഒരു ആത്മാവിനെ തന്നെയാണ് നമ്മൾ ഈ എല്ലാ ശരീരങ്ങളിലും ഉണ്ട് എന്ന് കാണുന്നത്, മനസ്സിലാവുന്നത് ഒരേ ഒരു ആത്മാവിനെ തന്നെയാണ്. അതെങ്ങനെയാണ്? ഈ സൂര്യൻ്റെ പ്രതിബിംബം ഓരോരോ പാത്രങ്ങളിലും വ്യസ്തമായി കാണുമ്പോൾ അതൊക്കെ വേറെ വേറെ സൂര്യനാണ് എന്ന് നമ്മൾ ധരിക്കണു. പക്ഷെ അതില്ല. അവർ വേറെ വേറെ സൂര്യന്മാർ ഇല്ല. സൂര്യൻ ഒന്നേ ഉള്ളൂ. അതേമാതിരി പല പല ശരീരങ്ങളിലും പശുക്കളിലും മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ നമ്മൾ ആത്മാവുണ്ട്. ആ ആത്മാവൊക്കെ വേറെ വേറെയാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് അങ്ങനെയല്ല. ഒരേ ഒരു ആത്മാവ് തന്നെയാണ് ഈ എല്ലാ ശരീരങ്ങളിലും കാണുന്നത്. അപ്പോൾ അവിടെ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഈ തോയത്തിൽ പല പല തോയങ്ങളിൽ കാണുന്നതായിട്ടുള്ള പല പല വെള്ളത്തിൽ ജലാശയങ്ങളിൽ കാണുന്നതായിട്ടുള്ള സൂര്യൻ ഒന്നാണ് എന്നുള്ളത് പോലെ ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാം എന്നാണ്. തോയാദി വ്യസ്ത മാർത്താണ്ഡവത്. തോയാദികളിൽ വ്യസ്തമായിട്ട് വേറെ വേറെ കാണപ്പെടുന്നതായിട്ടുള്ള മാർത്താണ്ഡവത് സൂര്യനെ പോലെ. മാർത്താണ്ഡ സൂര്യനെ പോലെ. മാർത്താണ്ഡവത് സൂര്യനെ പോലെ. തനുഷു ഏകതാം. പ്രത്യേകം പ്രത്യേകം കാണുന്നതായിട്ടുള്ള ശരീരങ്ങളിൽ കാണപ്പെടുന്നതായിട്ടുള്ള ആത്മാവ് ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഇതിൽ നിന്നാണ് പഠിക്കണത്. തോയാദിവ്യസ്ത മാർത്താണ്ഡവ. തോയാദികളിൽ കാണുന്നതായിട്ടുള്ള മാർത്താണ്ഡൻ്റെ സൂര്യൻ്റെ
പ്രതിബിംബം പോലെയാണ് എന്നുള്ളത് അവിടെ നിന്ന് പഠിക്കുന്നു എന്നാണ്. സ്വച്ഛസ്യം പാവനോഹം മധുര ഉദകവത് വന്യവന്മാസ്മഗൃഹം സർവന്നീനോപി ദോഷം തരുഷു തമിവമം സർവഭൂതേഷ്വേയം പുഷ്ടിർനഷ്ടിക്കലാനാം ശശിനൈവ തനോർനാത്മനോസ്തീതി വിദ്യം തോയാദിവ്യസ്തമാർത്താണ്ഡവദപി ച തനുഷ്വേകതം ത്വത്പ്രസാദാത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വെള്ളം പോൽ ദുഷ്ടകറ്റും വിമലമധുരമാം അഗ്നി പോൽ തിന്നുമെല്ലാം ദോഷം കിട്ടാത്ത തീ പോൽ പലവിധ വിറകാൽ ആത്മനൊന്നെന്നു കാണാം. ചന്ദ്രൻ പോൽ വൃദ്ധിശോഷം വരും ഉടലിനതൻ ആത്മനൊട്ടില്ല എന്നും വേറെ വേറെ ജലത്തിൽ രവി നിഴലതുപോൽ ആത്മനുണ്ടെങ്ങുമെന്നും. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.